നമസ്കാരം, എൻ്റെ പേര് സുമാദേവി. ഞാൻ ചക്കോളി പ്രശാന്തി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയും അവ വരാതിരിക്കാനുള്ള മാർഗങ്ങളും വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. വേനലിന് പിന്നാലെ മഴ എത്തിയതോടുകൂടി പകർച്ചവ്യാധികളുടെ വ്യാപന സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ഡെങ്കി, ടൈഫോയിഡ്, അതിസാരം തുടങ്ങിയവയാണ്. വ്യക്തി ശുചിത്വം പാലിക്കുക, രോഗിയുമായി അടുത്തിടപഴകാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, തണുത്തതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, കൊതുക് കടി ഒഴിവാക്കാൻ വേണ്ടി മാക്സോ ലിക്വിഡ് കത്തിക്കുക, കൊതുക് ബാറ്റ് ഉപയോഗിക്കുക, കുന്തിരിക്ക കത്തിക്കുക, കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഡ്രസ്സുകൾ ധരിക്കുക, വാക്സിനുകൾ എടുക്കുക. ഡെങ്കി, മലേറിയ എന്നീ കൊതുകുകളുടെ പ്രചരണ കാലം കൂടിയാണ് ഈ മഴക്കാലം. ഇനി ഞാൻ പറയാൻ പോകുന്ന വയറിളക്കത്തെ പറ്റിയാണ്. വൃത്തിഹീനമായ ആഹാര രീതികളിൽ നിന്നാണ് വയറിളക്കം ഉണ്ടാകുന്നത്. 3 അതിലധികമോ തവണ മലം ഇളകി പോകുന്നതിന് വയറിളക്കം എന്ന് പറയുന്നു. കൂടുതലായി വയറിളക്കം ഉണ്ടായാൽ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകുന്നു, ശരീരത്തിലെ ജലനഷ്ടം ഉണ്ടാകുന്നു. ഇങ്ങനെ ശരീരത്തിൽ റീഹൈഡ്രേഷൻ ഉണ്ടായാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം ട്രിപ്പ് ഇടുകയോ മരുന്നുകൾ കഴിക്കുകയോ ചെയ്യണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മരണം വരെ സംഭവിക്കാം. മലവിസർജനത്തിന് ശേഷം കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡെങ്കിപ്പനിയെ പറ്റിയാണ്. ഈഡീസ് എന്ന കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഇത് പകൽ സമയത്താണ് കടിക്കുന്നത്. കടുത്ത പനി, തലവേദന, ഛർദി, അതിസാരം ഇവയെല്ലാം ഉണ്ടാകാം. പനി ശക്തമാകുമ്പോൾ ബ്ലഡിലെ PLCയുടെ അളവ് കുറയുന്നു. ബ്ലഡിലെ PLCയുടെ അളവ് കുറഞ്ഞാൽ രക്തസ്രാവം ഉണ്ടാകാം. വായിൽ കൂടിയും മൂക്ക്, മോണ, കുടൽ എന്നിവയിൽ രക്തസ്രാവം ഉണ്ടാകാം. കുടലിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് അറിയുന്നത് മലത്തിന് ബ്ലാക്ക് കളർ ഉണ്ടാകും. ആരോഗ്യമുള്ള ഒരാളുടെ ബ്ലഡിലെ PLCയുടെ കൗണ്ട് 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ്. പനിയുള്ളപ്പോൾ ഇത് കുറയും. 2-3 ദിവസത്തിനകം ഇത് സാധാ പോലെ ആവുകയും ചെയ്യും. എന്നാൽ PLCയുടെ അളവ് 10,000-ന് താഴെ ആകുമ്പോൾ മാത്രം നമ്മൾ ബ്ലഡിലെ PLC ഇട്ടാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കോളറയെ പറ്റിയാണ്. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് കോളറ ഉണ്ടാക്കുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും വൃത്തിഹീനമായ ആഹാരങ്ങളിൽ നിന്നുമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ വിബ്രിയോ ടോക്സിൻ എന്ന ഒരു വിഷവസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത് വയറിളക്കത്തിന് കാരണമാകുന്നു. ഇത് മനുഷ്യരുടെ വിസർജ്യത്തിലൂടെ പുറത്തു വരികയും ഇത് മലിനജലത്തിൽ കലരുകയും ഈ വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യമുള്ള ഏതൊരാളിനെയും മണിക്കൂറുകൾക്കകം അവശനാക്കുന്ന ഒരു രോഗമാണ് ഇത്. ഇത് മരണത്തിന് കാരണമായേക്കാം. വയറിളക്കവും ഛർദിയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കഞ്ഞിവെള്ളം പോലെ മലം അയഞ്ഞു പോകുന്നു. ഇതുമൂലം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും ക്ഷീണിതനാവുകയും രക്തസമ്മർദ്ദം കുറയുകയും വായും നാവും ഉണങ്ങുകയും ചെയ്യുന്നു. ജലാംശം നഷ്ടപ്പെടുന്നത് മൂലം മൂത്രത്തിന്റെ അളവ് കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഛർദി ഉള്ളതിനാൽ വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇത്രയുമാണ് മഴക്കാല രോഗങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.